തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ആർ വി ബാബു, ഭാരതം ദേശീയതയിലൂന്നി അതിൻ്റെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുകയാണ്. ഇവിടെ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏറെ ദുഃഖകരം എന്നുള്ളത് ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ പലരും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാമൻ എന്നുള്ള വികാരം, രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ എന്നുള്ള വികാരം ഭാരതം മുഴുവൻ ഉത്സവലഹരിയിൽ കൊണ്ടാടുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി നിർത്തണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകണമെന്ന് വാശിയുള്ളവർ ആരൊക്കെയായിരിക്കും? ഇതിനകം തന്നെ വളരെ വ്യക്തമായിട്ട് ഇപ്പൊ നേരത്തെ കെന്നഡി കരിമ്പിൻകാല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആരാണ് കേരളത്തിൽ, ഭാരതത്തിൽ മുഴുവൻ ഈ വിഷയം ഇങ്ങനെ ഒരു വിഭജനത്തിന്റെ, വിഘടനത്തിന്റെ, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന്റെ, മതത്തിന്റെ പേരിൽ ഈ സ്പർദ്ധ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ആരൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ശ്രീ കരിമ്പിൻകാല പറഞ്ഞു. ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഒരു വിവാദം ഉയർന്നു വന്ന സമയത്ത് എന്തുകൊണ്ട് ഈ വിവാദം ഇത്ര കാലം നീണ്ടുനിന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചവരാണ്. അതാണ് തുടക്കത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. 1948 ഞാൻ പറഞ്ഞു സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു. അതോടെ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നല്ലോ നമ്മുടെ അയോധ്യയുടെ വിഷയം. അയോധ്യ വിഷയം 1949 അവിടെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിഗ്രഹം വെച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആ വിഷയം അപ്പോ അന്നു മുതൽ സ്വതന്ത്ര ഭാരതത്തിൽ നിലവിലുണ്ടല്ലോ. അതിനു മുൻപ് 400 വർഷക്കാലം അതിന്റെ പോരാട്ടം നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതും 1934 നടന്ന കലാപത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു ചുമതലയായിരുന്നല്ലോ ഈ വിഷയം പരിഹരിക്കേണ്ടത്. എന്ത് ശ്രമമാണ് ഈ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ ഈ വിഷയം പരിഹരിക്കാൻ എടുത്തത്? ഒരു ശ്രമവും എടുത്തില്ലെന്ന് മാത്രമല്ല, ആ പ്രശ്നം അതേപോലെ നിലനിർത്താനാണ് അവർ ശ്രമിച്ചത്. ആ വിഷയത്തെ നേരെ കണ്ണടയ്ക്കാനാണ് ശ്രമിച്ചത്. തങ്ങൾ കണ്ടില്ല, തങ്ങൾ കണ്ണടച്ചാൽ ആ പ്രശ്നം അങ്ങ് അവസാനിക്കുമെന്ന് അവർ കരുതി എന്നുള്ള ഒരു ഗുരുതരമായ പിഴവ് നമ്മുടെ രാജ്യം ഭരിച്ചവർക്കുണ്ടായി. നെഹ്റുവിനെ സംബന്ധിച്ച് നെഹ്റു ഏറ്റെടുത്ത ഏതൊക്കെ വിഷയമുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടാതെ അത് രാജ്യത്തിന്റെ തലവേദനയായിട്ട് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കാശ്മീരിന്റെ വിഷയമാവട്ടെ, ചൈനയുമായിട്ടുള്ള യുദ്ധത്തിന്റെ വിഷയമാകട്ടെ, ഏതൊക്കെ വിഷയമാണോ നെഹ്റു ഏറ്റെടുത്തത് ആ പ്രശ്നങ്ങളൊക്കെ രാജ്യത്തിന്റെ തലവേദനയായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. ഇവിടെ നെഹ്റുവിന് ശേഷം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ, ഇന്ദിരാഗാന്ധി ഭരിച്ചു, അതല്ലെങ്കിൽ പിന്നീട് രാജീവ് ഗാന്ധി ഭരിച്ചു, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ഏറെക്കാലം കോൺഗ്രസ് ഭരിച്ച ഒരു കാലഘട്ടത്തിൽ ഈ വിഷയം പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നോ? ശ്രമം നടന്നില്ലെന്ന് മാത്രമല്ല, ശ്രമം നടത്തിയ ആളുകളെ ഭരണത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. ഒന്നാമതറിയാം, 1990 ചന്ദ്രശേഖർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ, വി പി സിംഗിന് ശേഷം ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ക്രിയാത്മകമായി അയോധ്യ വിഷയത്തിൽ രണ്ടു കൂട്ടരെയും വിളിച്ചു കൂട്ടി ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്തിയത് ചന്ദ്രശേഖർ അധികാരത്തിലിരുന്നപ്പോഴാണ്. അന്ന് ഏറ്റവും കൗതുകരമായ കാര്യം, അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെ വ്യക്തമായ ഒരു കാര്യം, അന്ന് ആ ചർച്ച നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ഹിന്ദു പക്ഷത്ത് നിന്ന് ഹിന്ദു സമൂഹത്തിലെ ലീഡേഴ്സ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടക്കമുള്ള, അല്ലെങ്കിൽ നിർമോഹി അഖാഡയുടെ ആളുകൾ അടക്കം വന്നപ്പോൾ മുസ്ലിം പക്ഷത്തിന് വേണ്ടി അവരുടെ വാദഗതികൾ തയ്യാറാക്കി കൊടുത്തതും, ഈ വിഷയം തീരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കടുംപിടുത്തം പുലർത്തണം എന്ന് മുസ്ലിം പക്ഷത്തെ പ്രേരിപ്പിച്ചതുമൊക്കെ ഇടതു ചരിത്രകാരന്മാരാണ്. ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകളാണ് ഈ ചർച്ചയിൽ ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ തക്ക രീതിയിലുള്ള വാദഗതികൾ മുന്നോട്ട് വെച്ചത്. അത് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് നമ്മളാരുമല്ല. അത് പറഞ്ഞത് RSS നേതാക്കന്മാരല്ല. അത് പറഞ്ഞത് അന്ന് ഇർഫാൻ ഹബീബിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഹിസ്റ്റോറിക്കൽ അസോസിയേഷൻ, ICHR-ന്റെ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന MGS നാരായണനാണ്. മാത്രമല്ല, KK മുഹമ്മദിനെ പോലുള്ള ആർക്കിയോളജിസ്റ്റും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഈ പ്രശ്നം തീർക്കാതിരിക്കാൻ ശ്രമിച്ചത് ഇടതു ചരിത്രകാരന്മാരും ചില കപട മതേതരക്കാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമാണ്. അവർക്ക് ഈ വിഷയം തീരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവർ ഈ വിഷയം കത്തിക്കാളി നിർത്താൻ അതിലൂടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം നിലനിർത്തുകയും മുസ്ലിം പക്ഷത്തിന്റെ സംഘടിതമായ വോട്ട് അതിലൂടെ തങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന ഒരു വ്യാമോഹത്തിലായിരുന്നു ഇടതുപക്ഷവും കോൺഗ്രസും. അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം
അത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കും അതേപോലെ JNU തുടങ്ങിയ ജാമിയ മിലിയ സർവകലാശാല, അലിഗഡ് സർവകലാശാല തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലെ ചരിത്രകാരന്മാർക്കാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും, ഇവിടെ നേരത്തെ രാംകുമാർ സാറൊക്കെ പറഞ്ഞു, എല്ലാവരും അംഗീകരിച്ചു സുപ്രീം കോടതി വിധി, മുസ്ലിം വിഭാഗം അംഗീകരിച്ചു. ഈ കേസിന് മുന്നോട്ട് പോയ മറ്റേ അൻസാരിയുടെ മകൻ ഇക്ബാൽ അൻസാരി, അദ്ദേഹമാണ് പിന്നീട് അച്ഛൻ മരിച്ചതിന് ശേഷം ഈ കേസ് ഹർജിയുമായി ആ വാദം മുന്നോട്ട് കൊണ്ടുപോയത്, ആ ഹർജി മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം അടക്കം വളരെ ആഹ്ലാദത്തോടുകൂടി ഈ ചടങ്ങിനെ നോക്കി കാണുമ്പോൾ ഇപ്പോഴും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ പിൻപറ്റിക്കൊണ്ട് അവർ ഈ മുസ്ലിം പക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തേക്ക് ചായും എന്ന് ഭയന്നുകൊണ്ട് കോൺഗ്രസും അതിനോടൊപ്പം ദേശീയ നയം തന്നെ, ഈ കേരളത്തിലെ മുസ്ലിം വോട്ടിന് വേണ്ടി ദേശീയ നയം പോലും മാറ്റിമറിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടില്ലേ? അയോധ്യയിലേക്ക് പോകാതിരിക്കാൻ കാരണം എന്താ? സമസ്തയുടെ താക്കീതാണ്. അയോധ്യയിലേക്ക് പോകാതിരിക്കാൻ കാരണം എന്താ? ലീഗിനെ സംബന്ധിച്ച് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ലീഗിനെ ബുദ്ധിമുട്ടിലാക്കുന്ന, മുസ്ലിം സമൂഹത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ദേശീയ സമീപനം, ആ ദേശീയ സമീപനം എടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം തീരരുത് എന്നാഗ്രഹിക്കുന്നത്, ഈ വിഷയത്തെ കുത്തിയിളക്കി മുസ്ലിം സമൂഹത്തെ വഴിതിരിച്ചു വിടുന്നത്, ഒരു സ്പർദ്ധയുണ്ടാക്കുന്നത്, അത് ഇടതുപക്ഷ ചരിത്രകാരന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കപട മതേതരക്കാരും അതിൽ പെട്ടുപോയ കുറെ കോൺഗ്രസ് നേതാക്കന്മാരുമാണ്. ദേശീയ തലത്തിൽ അതല്ല സ്ഥിതി. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും കർണാടക അടക്കം പ്രഖ്യാപിച്ചു, ഈ നാളത്തെ ദിവസം ക്ഷേത്രങ്ങളിൽ അവർ ആരാധന നടത്തും, ദീപാലങ്കാരങ്ങൾ നടത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ, ഇപ്പൊ ഇവിടെ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞു, ഞാൻ അത്തരം ആ ഒരു വീഡിയോ കണ്ടു. ഫാറൂഖ് അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും അതേപോലെ നമ്മുടെ കപിൽ സിബലും ചേർന്ന് നടത്തിയ ഒരു വീഡിയോ, രാംധുൻ പാടിക്കൊണ്ട് അല്ലെങ്കിൽ രാമനെ കുറിച്ചുള്ള വർണ്ണനകൾ നടത്തിക്കൊണ്ട് അവരുടെ ഒരു വീഡിയോ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, രാമനെ തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. രാമൻ ഈ നാടിന്റെ സാംസ്കാരിക ആ സത്തയാണ്, അതിനെ തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ ആ രാമനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഈ വർഗീയ വികാരം കുത്തിയിളക്കുകയാണ്. അവർ തെറ്റായ ചരിത്രം ഇപ്പോഴും ആവർത്തിക്കുകയല്ലേ? അവരെന്താ പറയുന്നത്? ഈ വിധി യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് അർഹതപ്പെട്ട വിധിയല്ല, ഇത് ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതി നടത്തിയ വിധിയാണ്. ഈ വിധി എന്താണ് യഥാർത്ഥത്തിൽ? ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പള്ളി പൊളിച്ച് തെറ്റായിപ്പോയി. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് 49 അവിടെ വിഗ്രഹം വെച്ച് തെറ്റായിപ്പോയി, അത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് എതിരായി അഭിപ്രായം പ്രകടിപ്പിച്ച സുപ്രീം കോടതി തന്നെ ഹിന്ദുക്കൾക്ക് ഈ സ്ഥലം വിട്ടുകൊടുത്തത് അന്യായമാണ്, അനീതിയാണ്. ഇതാണ് ഇപ്പോഴും അവര് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസപ്രകാരം രാമൻ അയോധ്യയിൽ ജനിച്ചു എന്നുള്ളത് അസന്നിഗ്ധമായി തെളിയിക്കാൻ, ആ വിശ്വാസം തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു. വാൽമീകി രാമായണം, രാമചരിതമാനസം, സ്കന്ദപുരാണം തുടങ്ങിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആധികാരികമായി ഹിന്ദുക്കൾക്ക് രാമൻ ജനിച്ചത് അയോധ്യയിലാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള ആർക്കിയോളജിക്കൽ റിപ്പോർട്ട്, ആ ആർക്കിയോളജിക്കൽ റിപ്പോർട്ടിനെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിലാണ് അയോധ്യ, അവിടെ ഈ തർക്കമന്ദിരം പണിതത്. തകർത്തത് ബാബറാണോ എന്നുള്ളതിനെ മാത്രം തെളിവില്ല എന്ന് മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഈ തർക്കമന്ദിരം പണിതത് എന്ന് മാത്രമല്ല, സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തകർക്കുന്നതിന് മുൻപ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും അവിടെ ആരാധന നടത്തിയിരുന്നു എന്നും സിഖ് ഗുരുക്കന്മാരടക്കം വിദേശ സഞ്ചാരികളടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് കാണാതെയാണ്. അപ്പൊ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെട്ട ഒരു കാര്യം, അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നു, നിരന്തരമായിട്ട് ആരാധന നടത്തിയിരുന്നു. മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ഇന്നർ കോർട്ട്യാർഡിന്റെ ആ അവകാശവാദം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ പൊസഷൻ റൈറ്റ് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായി ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ആ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി കൊടുത്ത വിധി, ആ വിധിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ നമ്മുടെ ചാനലുകളിൽ ചർച്ച നടത്തുന്നത്. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ അവതാരകന്മാർ
ആ ചോദിക്കുന്ന ചോദ്യം, അവരുന്നയിക്കുന്ന വാദം മുഴുവൻ ഇതെന്തോ ഹിന്ദുക്കൾക്ക് ഔദാര്യമായി കൊടുത്തതാണ്, ഇതെന്തോ ഹിന്ദുക്കൾക്ക് അനർഹമായി കിട്ടിയതാണ്. ഈ തരത്തിലുള്ള ഒരു വാദഗതി ഉയർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഇപ്പോഴും അവരുടെ വികാരം കുത്തിയിളക്കി അവരെ മതസ്പർദ്ധയുള്ളവരാക്കി മാറ്റുന്നതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ കോൺഗ്രസും ചേർന്നുകൊണ്ട് നടത്തുന്നത്, അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തെ തള്ളിക്കളയാൻ മുസ്ലിം സമൂഹം തയ്യാറായില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ഭാവിയിൽ വളരെ വലിയ അവരൊറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ രാജ്യത്ത്. അവരൊറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ മുസ്ലിം സമൂഹം ഇപ്പോ സലാം സാറിനെ പോലുള്ള ആൾക്കാരുണ്ട്. അത് എത്ര സലാം സാറിന്റെ പൂർവികൻ രാമനാണോ അതോ ബാബറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പറയും, സലാം സാർ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ പൂർവികൻ രാമനാണ്, ബാബറല്ല, ബാബർ വിദേശിയാണ് എന്ന് പറയും എന്നാണ് എന്റെ പക്ഷം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല എന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്? എന്റെ പൂർവികൻ ആരാണ്? എന്റെ പൂർവികൻ ബാബറാണോ ഔറംഗസീബാണോ? എന്റെ പൂർവികൻ ടിപ്പുവാണോ? ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹം അംഗീകരിച്ചാൽ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവര് ആരോപിക്കുന്ന ഈ അയോധ്യയിലെ പള്ളി തകർത്തു എന്ന് പറഞ്ഞു. അയോധ്യയിൽ ആ 100 കണക്കിന് പള്ളിയുണ്ട് ഫൈസാബാദിൽ. മറ്റു പള്ളികൾക്കൊന്നും ഒരു ആക്രമണം ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് അയോധ്യയിൽ മാത്രം? അത് വളരെ ചിന്തിക്കേണ്ടതല്ലേ മുസ്ലിം സമൂഹം? ആ അയോധ്യയോടുള്ള ഹിന്ദു സമൂഹത്തിന്റെ വികാരം, ആ വിശ്വാസം, അതിനെ മാനിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാവേണ്ടതായിരുന്നില്ലേ? അവർ തയ്യാറാകുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലിം സമൂഹം തയ്യാറാകുമായിരുന്നു. അവരെ അതിനെ അനുവദിക്കാതിരുന്നത്, അവരെ തെറ്റിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഈ ഇടത് ചരിത്രകാരന്മാരാണ്. അവർ ഈ രാജ്യത്തോട് കാണിച്ചിട്ടുള്ള അന്യായം, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ, ഭാരതം സ്വാതന്ത്ര്യം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം മുതൽ ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം, ആ ദ്രോഹം ഇന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഘടിപ്പിക്കാൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, നാടിന്റെ ദേശീയതയെ തകർക്കാൻ, നാടിന്റെ ഐക്യത്തെ തകർക്കാൻ ഉള്ള ആ ഗൂഢാലോചനയും പദ്ധതിയും അവരുടെ ജന്മജാത വൈകൃതം കൊണ്ട് അവർ ജനിച്ചത് തന്നെ രാജ്യവിരുദ്ധ ശക്തികളായിട്ടാണ്, അവര് രൂപം കൊണ്ടത് രാഷ്ട്രവിരുദ്ധ ശക്തികളായിട്ടാണ്. ആ രാഷ്ട്രവിരുദ്ധത ഇപ്പോഴും അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ വിഷയത്തിൽ, ഈ രാമജന്മഭൂമി വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ്, പ്രത്യേകിച്ച് ഇതിന് ഇരകളാക്കപ്പെടുന്ന മുസ്ലിം സമൂഹം ഈ വിഷയം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അല്ലെങ്കിൽ പൊതുസമൂഹം, രാജ്യത്ത് ആ സമൂഹം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കില്ല, കോൺഗ്രസിന് അവരെ രക്ഷിക്കാൻ സാധിക്കില്ല. യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടുത്തെ ഈ ന്യൂനപക്ഷ സമൂഹത്തെ ചേർത്ത് നിർത്താൻ കഴിയൂ. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മാത്രമേ അവരെ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വം നൽകാനും അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകാനും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിനെ കഴിയൂ. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ചിലരെങ്കിലും എടുത്തിരിക്കുന്ന നിലപാട് അത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അത് ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല എന്ന് ആ സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ, ഈ അവസരത്തിൽ വളരെ വിനീതമായി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രോഹിണി. അതെ, ഹിന്ദു സംസ്കാരം തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ഒരു അടിത്തറയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ അബ്ദുൽ സലാം, താങ്കൾ 8 മണിവരെ ചർച്ചയിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്കളിലേക്ക് വരികയാണ് അവസാനമായി. ചരിത്രവും വിശ്വാസവും ഒക്കെ ഇഴപിരിഞ്ഞു കിടക്കുന്ന ഈ സമയത്ത് പ്രാണപ്രതിഷ്ഠ ഭാരതത്തിന്റെ ദേശീയതയുടെ അഭിമാന മുഹൂർത്തമായി മാറുകയാണ്. അതിനൊരു സംശയവുമില്ല. എല്ലാവരും അത് ഉൾക്കൊള്ളുകയാണ്. ആരെങ്കിലും അത് ഉൾക്കൊള്ളാതിരിക്കുന്നുവെങ്കിൽ അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച്, തുച്ഛമായ അല്ലെങ്കിൽ നീചമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്ന് തന്നെയല്ലേ എടുത്തു പറയേണ്ടത്? തീർച്ചയായും രോഹിണി, ഇതൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ ഇന്ന് ഞാൻ നോക്കി വേൾഡ് പോപ്പുലേഷൻ 143.5 കോടി, 114 കോടി ഹിന്ദുക്കൾ, 20 കോടി മുസ്ലിങ്ങൾ, 3.5 കോടി അല്ലെങ്കിൽ 4 കോടി ക്രിസ്ത്യൻസ്. ഇതാണ് നമ്പർ. ഇത്രയും വരെ 114 കോടി ബാക്കിയുള്ള മൈനോറിറ്റീസ് എന്ന് പറയുന്നവർ എത്ര ചേർത്ത് പിടിച്ച് താലോലിച്ച് എല്ലാ ബെനിഫിറ്റ് കൊടുത്ത് കൊണ്ടുപോകുന്നതിന് തന്നെ നമുക്ക് അവരോട് ഇതുണ്ട്, ഒരു നന്ദി കൊടുക്കണം. ഒന്ന്. രണ്ടാമത്, നമ്മുടെ വിദ്യാഭ്യാസം, എനിക്കെന്നും തോന്നിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചുതി എന്ന് പറയാൻ ഞാൻ പറയാം. ഇപ്പം ഞാനൊരു വെളി രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അറേബ്യയിലാണെങ്കിൽ അല്ലെങ്കിൽ ദുബായിലാണെങ്കിൽ ചോദിക്കും,
എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ആരാണെന്ന് ചോദിച്ചാൽ ആര് പറയും ഹിന്ദ് എന്ന് പറയും. ഹിന്ദുസ്ഥാൻ, ഫ്രം ഹിന്ദുസ്ഥാൻ, ഐ എം എ ഹിന്ദ്. മുസ്ലിം എന്നല്ല പറയണത്, ഹിന്ദ്, ഐ എം ഫ്രം ഹിന്ദ്, ഐ എം ഫ്രം ഭാരത്, ഐ എം ഫ്രം ഇന്ത്യ. അതാണ് എൻ്റെ ബേസിക് DNA എന്നും എൻ്റെ ബേസിക് ദേശീയതയെന്നും. നമ്മൾ പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല, വീട്ടിലും പഠിപ്പിക്കുന്നില്ല, സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, എങ്ങൊന്നും നമുക്ക് അതങ്ങോട്ട് ബ്ലഡ് കയറ്റാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, ഈ 143 ഈ 114 കഴിഞ്ഞാൽ 20 പേര് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഹിന്ദ് മുസ്ലിമാണ്, 3.5 കോടി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഹിന്ദ് ക്രിസ്ത്യാനിയാണ്. ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവില്ല. നമ്മൾ ബേസിക്കലി അടിസ്ഥാനപരമായി കുടുംബികമായി ഈ ടെറിട്ടറി നിൽക്കുന്നവനെല്ലാം ഒന്നാണെന്നും അവൻ്റെ ഫാമിലി ഹിന്ദുസ്ഥാനാണെന്നും ഹിന്ദാണ് ബേസിക്കലെന്നും വിശ്വാസം കൊണ്ടവനൊന്ന് മാറി നിൽക്കുന്നെങ്കിലും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് കാര്യമായിട്ട് വന്നിട്ടില്ല. അതാണ് ഒന്ന്. രണ്ടാമത് ഞാനിതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ രാമമന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ട്രസ്റ്റിലെ ആൾക്കാരെടുത്തിരിക്കുന്ന ആ ഫിലോസഫി ഇന്ത്യയുടെ വൈവിധ്യത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ജോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഒന്നിച്ചു കൊണ്ടുവരുന്നു, പ്രൊഫഷണൽ ഡൈവേഴ്സിറ്റി ഒന്നിച്ചു കൊണ്ടുവരുന്നു, ആർക്കിടെക്ചറൽ ഡൈവേഴ്സിറ്റി ഒന്നിച്ചു കൊണ്ടുവരുന്നു, റിസോഴ്സസ് ഒന്നിച്ചു കൊണ്ടുവരുന്നു. ഈ ഇന്ത്യയിലെ സർവ്വതരത്തിലുള്ള ഡൈവേഴ്സിറ്റിയിൽപ്പെട്ട റിലീജിയസ് ഡൈവേഴ്സിറ്റി അവരെല്ലാവരെയും കൊണ്ടുവരുന്നു. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ പറ്റിയാണല്ലോ എപ്പോഴും പറയണത്. ഇസ്ലാമിക് പെൺകുട്ടികളാണ് രാംലല്ലയെ പുതപ്പിക്കുന്നതിന് പുറത്തിടുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്ലാമിക് പെൺകുട്ടികളാണ്. ഇസ്ലാമിലെ ആണുങ്ങളാണ് നല്ല സ്കൾപ്ചേഴ്സായിട്ട് പല കൊത്തുവർക്കുകളും ചെയ്യുന്നത്. ഇസ്ലാം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു, ക്രിസ്ത്യൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു, ബുദ്ധിസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു, പഞ്ചാബ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. അവരെണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ കണ്ടുവന്നത് ഈ ഇസ്ലാമിലുള്ള പാവപ്പെട്ട കുറേ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെ കൊന്നുകളയും തിന്നുകളയും എന്ന് പേടിപ്പിച്ച് അവരെ കൊണ്ടു നടന്ന് വോട്ട് വാങ്ങിയ ആ സമൂഹത്തെ ഇന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമല്ല, അതിൻ്റെ വസ്തുതയാണ്. അടുത്ത കാലം സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അവിടെ കോൺഗ്രസ് അല്ല, ആര് അയോധ്യയെ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞു. അയോധ്യയുടെ വാല്യം തിരിച്ചറിഞ്ഞു, രാമൻ്റെയും അയോധ്യയുടെയും രാമമന്ദിരൻ്റെയും ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ഒരു മാറ്റത്തിൻ്റെ ദിശയാണ്, റിയലൈസേഷൻ ഓഫ് ദ റിയാലിറ്റീസ്, അതിൻ്റെ ദിശയാണ്. പിന്നെ എൻ്റെ ഒരു പോയിൻ്റ് എനിക്ക് തോന്നിയത്, ഇന്ത്യയുടെ 143 കോടി ജനങ്ങൾക്കും അയോധ്യയിൽ പോകാം, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം അയോധ്യയിൽ പോകാം എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിനപ്പുറം ഞാൻ കാണുന്നത് 17 രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, മലേഷ്യ, നേപ്പാൾ തുടങ്ങി 17 രാജ്യങ്ങൾ ഡയറക്റ്റായിട്ട് രാമമന്ദിർ കൺസ്ട്രക്ഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. റിസോഴ്സസ് ആവാം, മെറ്റീരിയൽസ് ആവാം, പൈസ ആവാം. അത് മാത്രമോ 100 നേഷൻസിൽ നിന്ന് പ്രത്യേകം പ്യൂർ വാട്ടർ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 7 ഓഷൻസിൽ നിന്ന് വാട്ടർ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 7 കോണ്ടിനെൻസിൽ നിന്ന് സോയിലും മറ്റു റിസോഴ്സും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ അയോധ്യ ഇന്ത്യക്കാരുടെ മാത്രമാണോ? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ, ഗ്ലോബൽ സ്പിരിച്വൽ സെൻറ്റർ. രാമൻ ഇന്ത്യയുടെ ബൗണ്ടറിയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ 808 കോടി ജനങ്ങളിലേക്കും വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ ഡൽഹിയിലേക്കും എത്തുന്ന രീതിയിൽ ഇത് വളർന്ന് വന്തലിച്ച് നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞ് വെളിയിലേക്ക് പോകുന്ന ഒരു കാലാവസ്ഥയിൽ അയോധ്യ ഈസ് ഡെവലപ്പിംഗ് ഇറ്റ് സെൽഫ് ആസ് എ ഗ്ലോബൽ സ്പിരിച്വൽ സെൻറ്റർ ഫോർ എവറി ഹ്യൂമൻ ബീയിങ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ശ്രീ രാംകുമാർ, രാമരാജ്യത്തിലേക്ക് ഭാരതം കടക്കുമ്പോൾ ഈ രാമരാജ്യം എന്താണ് എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത്. ഉത്തമമായ ഭരണരീതി പിന്തുടരുക, വിവേചനങ്ങളില്ലാത്ത ഭരണരീതി, എത്ര മനോഹരമായ ഒരു ദേശീയ വീക്ഷണമാണ് അത്. താങ്കൾ എങ്ങനെയാണ് രാമരാജ്യം എന്നുള്ള സങ്കല്പത്തെ കാണുന്നത്? അതാണല്ലോ ഗാന്ധിജി മരിക്കുന്നത് വരെ നമ്മുടെ രാജ്യക്കാരെ ഉത്ബോധിപ്പിച്ചിരുന്നത്. എൻ്റെ സ്വപ്നം രാമരാജ്യമാണ് എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് മലയാളിയായ മുഹമ്മദ്. അദ്ദേഹത്തിന് സംഘപരിവാരാണെന്ന് ആരും ഇതുവരെ എടപ്പുരോ വർഗത്തിൽപ്പെട്ട
സാംസ്കാരിക നായകന്മാരും നായകത്തികളും വരെ പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്, വളരെ വിജ്ഞാനമുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാളാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് ഹിന്ദു രാജാക്കന്മാർ പല സ്ഥലത്തും പോയി ഭരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, അവിടെ ഒന്നും ഒരു പള്ളിയും അവരാരും നശിപ്പിച്ചിട്ടില്ല. പകരം പള്ളികൾ നിർമ്മിച്ചു കൊടുക്കുന്ന പാരമ്പര്യമാണ് ഹിന്ദു രാജാക്കന്മാർ. നമ്മുടെ എറണാകുളത്ത്, ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് ബ്രോഡ്വേയിൽ കൊച്ചി രാജാവാണ് ഗുജറാത്തിൽ നിന്ന് വരുന്ന കച്ചവടക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മുസ്ലിം പള്ളി നിർമ്മിച്ചു കൊടുത്തത് കൊച്ചി രാജ്യമുള്ളപ്പോൾ. ഈ പാരമ്പര്യം നമ്മൾ സാമൂതിരി പല പള്ളികളും പണിയിച്ചു കൊടുക്കേണ്ട മലബാർ ഭാഗത്ത്. ഈ പാരമ്പര്യമാണ് ഹിന്ദു വിഭാഗത്തെ മറ്റ് വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സുപ്രീം കോടതി വിധിയിൽ അയോധ്യ രാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം തന്നെ ഒരു മുസ്ലിം പള്ളി വേണം, അതിന് സ്ഥലം കൊടുക്കണം എന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം കൊടുത്ത്. അതനുസരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ല 5 ഏക്കർ സ്ഥലം മുസ്ലിം പള്ളിക്ക് വേണ്ടി നീക്കിവെച്ചു. നിർഭാഗ്യവശാൽ രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ നടത്തിയ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് പകരം ആ സമിതിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും പേരിൻ്റെ കാര്യത്തിൽ വരെ തർക്കം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ആ പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ മന്ദഗതിയിലാണ്. എൻ്റെ വിനീതാഭിപ്രായത്തിൽ നമ്മൾ രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠ ആഘോഷിക്കുന്ന അതേ രീതിയിൽ ആ പള്ളിയുടെ ആഘോഷം നടത്താൻ ഹിന്ദു സഹോദരന്മാർ മുന്നിട്ട് വരണം. അതാണ് നമ്മുടെ പാരമ്പര്യം. ഇവിടെ ഒരിക്കലും മറ്റൊരു മതസ്ഥൻ്റെ വികാരം വ്രണപ്പെടുത്തുകയോ അവരുടെ മതസ്ഥാപനങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യാത്തൊരു സമൂഹമാണ് ഹിന്ദുക്കൾ. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ 500 ക്രിസ്ത്യാനികളാവാൻ അനുമതി കൊടുത്ത രാജ്യമാണ് നമ്മുടെ. ഈ പാരമ്പര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വിദ്വേഷത്തിൻ്റെ ഭാഷ അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ വിട്ടിട്ടില്ല. ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞു, കോൺഗ്രസ്സാണ് ശിലാന്യാസത്തിന് അയോധ്യ ക്ഷേത്രം തുറന്നു കൊടുത്തത് എന്നാൽ ആ കോൺഗ്രസ്സാണ് ഇന്ന് അത് രാഷ്ട്രീയമാണെന്നും പറഞ്ഞ് ബഹിഷ്കരിക്കണം. പക്ഷേ ഹിമാചൽ പ്രദേശിലെ മന്ത്രിസഭ അത് ഒന്നടക്കം പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. AAP ഡൽഹിയിൽ മുഴുവൻ ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ കേരള സർക്കാർ ഒഴിച്ച് ഔദ്യോഗികമായി മിക്ക ഗവൺമെൻറ്റുകളും നാളത്തെ ചടങ്ങിൽ ഊർജ്ജസ്വലരായി ആവേശകരമായി പങ്കെടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരിക്കലും അത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവരുടെ നിലനിൽപ്പ് പ്രീണനത്തിൻ്റെ മുകളിലാണ്. മണ്ണ് ഒലിച്ചു പോകുന്നുമെന്ന ബോധ്യത്തിൽ പ്രീണനത്തിൻ്റെ പേരിൽ കിട്ടാവുന്ന വോട്ടുകൾ സംരക്ഷിക്കാനുള്ള മരണപരാക്രമത്തിലാണ് അവർ. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. നമ്മുടെ ഗവർണറെ കണ്ണൂരിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചൊരു പ്രൊഫസറുണ്ടല്ലോ, അദ്ദേഹം ഈ ഒത്തുതീർപ്പിനെ ശക്തമായി എതിർത്ത വ്യക്തിയാണ്. മുസ്ലിമായ അദ്ദേഹം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഈ കാര്യത്തിൽ ഒരിക്കലും ഒരു ഒത്തുതീർപ്പ് എത്തരുത് എന്ന് തുരങ്കം വെച്ച ആളാണെന്ന് പല ലേഖനത്തിലും അദ്ദേഹത്തിന് പരാമർശം നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമമാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വിശാലമായ കാഴ്ചപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ ഈ ചാനലിൽ തന്നെ ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി, കാശ്മീരിൽ ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിം ആണെങ്കിലും ഭരിച്ചിരുന്നത് ഹിന്ദു രാജാവാണ്. ഹൈദരാബാദിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും ഭരിച്ചിരുന്നത് മുസ്ലിം രാജാവാണ്. ഇവിടെയൊന്നും രാജാവും പ്രജകളും തമ്മിൽ സ്പർദ്ധയോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. അവരാരും ആലയങ്ങൾ തകർക്കാനുള്ള സംരംഭം നടത്തിയിട്ടില്ല. അതുണ്ടായത് നിർഭാഗ്യവശാൽ മുഗളരുടെ കാലത്താണ്. ആ കേടാണ്, ആ പാപക്കറയാണ് ഇപ്പോൾ
രാജ്യത്തെ ജനങ്ങൾ മാറ്റിയെടുത്ത്. അതുകൊണ്ട് ഹിന്ദു സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന വിശാലമായ കാഴ്ചപ്പാട് തുടർന്നും ഈ രാജ്യത്ത് നിലനിൽക്കും. അതെ. അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ശക്തികൾ പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആദ്യത്തെ കാൽവെപ്പാണ് നാളത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ ശ്രീജിത്ത് പണിക്കർ. താങ്കൾ അയോധ്യയിലാണ്. ഉത്സവ ലഹരി മുഴുവൻ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഭഗവാൻ രാമൻ എന്ന വിശാല സങ്കല്പം ഭാരതത്തിൽ നാളെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ ഭാരതം ലോകത്തിന് തന്നെ നെറുകയിലേക്ക് എത്തിച്ചേരുന്നു. ഭാരതം അതിൻ്റെ സ്വത്വം ആർജിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് സാമൂഹ്യമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഇന്ത്യ എന്നത് ഒരു രാമരാജ്യമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് സമൂഹത്തിന്റെ നാനാജാതി മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കാലം മുതൽ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടേത് മാത്രമായിട്ടുള്ള ഒരു താല്പര്യം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്നത് നമ്മുടെ രാജ്യം എന്നത് രാമരാജ്യമാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് തന്റെ രാമരാജ്യം അവിടെ ധർമ്മത്തിന് സത്യത്തിന് ഒക്കെ എങ്ങനെയാണ് പ്രാമുഖ്യം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ആൾക്കാരിലേക്ക് തന്റെ എഴുത്തുകൾ വഴി തന്റെ പ്രസംഗങ്ങൾ വഴിയൊക്കെ തന്നെ എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതുമാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഈ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളോടുകൂടി നമ്മൾ കാണുന്നത് ഈ രാമരാജ്യം എന്ന ഒരു കോൺസെപ്റ്റിനെ അത് ഒരു വർഗീയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ന നിലയ്ക്ക് അതിനെ മാറ്റിക്കൊണ്ട് രാമനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേവലം വർഗീയമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇകഴ്ത്തലാണ് നമ്മൾ കണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ശരിയായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രാമരാജ്യം എന്താണോ വിഭാവനം ചെയ്തിരുന്നത് അതിനെയൊക്കെ തന്നെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ചുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ജനതയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിഷ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മന്ദിരം, ആ മന്ദിരം അവിടെ ഉണ്ടാകുന്നതിനെ പോലും രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചു. പിന്നീട് അതൊരു വലിയ ലീഗൽ ബാറ്റിൽ അവിടെ നടക്കുന്നുണ്ട്. ആ ലീഗൽ ബാറ്റിൽ അവസാനം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണോ ഒരു തർക്കം തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടത് ആ രീതിയിൽ അത് അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ അന്ന് ആ വിധിയെ സ്വാഗതം ചെയ്തിരുന്ന ആൾക്കാർ പോലും പിന്നീട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കുന്നു, അതിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കുന്നു, വളരെ വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു, അതുമായി സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ നിലപാട് എന്താണ്? ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ആചാരപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രതിനിധികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അവിടെ പ്രധാനമന്ത്രിയാണോ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്? യോഗി ആദിത്യനാഥാണോ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്? മറ്റുള്ള ആൾക്കാർക്ക് ആചാര്യന്മാർക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലേ? ഇത് പൂർണ്ണമായിട്ട് അദ്ദേഹമല്ലേ ചെയ്യുന്നത്? ഇത് സ്റ്റേറ്റിന്റെ ഫണ്ട് കൊണ്ടല്ലേ ചെയ്യുന്നത്? ശങ്കരാചാര്യന്മാർ എതിർത്തില്ലേ? പൂർത്തിയാകാത്ത മന്ദിരത്തിലാണോ നിങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്? തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ വിശ്വാസപരമായിട്ട് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ആൾക്കാരെല്ലാവരും തന്നെ എത്ര ആവർത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഈ ആൾക്കാർക്കൊന്നും തന്നെ ഇത് മനസ്സിലായാൽ പോലും അത് മനസ്സിലാക്കിയതായിട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി പോലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പല പാർട്ടികളുടെയും ഒരു നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല വരുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതനുസരിച്ച് കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ കോൺഗ്രസ് പോലും ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ പോലും ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള അവധി നൽകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒരു വിശ്വാസപരമായിട്ടുള്ള വിഷയത്തിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിൽ ആ പാർട്ടിയിലുള്ള ആൾക്കാരെ പോലും ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നടക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇതിനെയൊക്കെ തന്നെ എതിർത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത്. തന്നെയുമല്ല കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റുകൾ, ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് തീരെ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ വേദം പഠിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ, വനിതയായിട്ടുള്ള ഒരാൾ ശങ്കരാചാര്യരാകാൻ പാടില്ല ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ചില പ്രസ്താവനകളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അസംഖ്യം ആചാര്യന്മാർ ശരിവെച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലും പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടുന്നത്
ക്ഷേത്രത്തിന്റെ ഈ ഘട്ടത്തിലുള്ള പണി പൂർത്തിയായതിനു ശേഷമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇകഴ്ത്തുന്നു. അപ്പോൾ കോൺഗ്രസ് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഈ പൊളിറ്റിക്കൽ ഫോമിൽ ആയിരുന്നില്ല, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിലായിരുന്നു മഹാത്മാഗാന്ധി എങ്കിലും അദ്ദേഹത്തിന്റെ ഐഡിയൽസ് എല്ലായ്പ്പോഴും കോൺഗ്രസിന്റെ കൂടി ഐഡിയൽസ് ആണ്, നമ്മുടെ രാജ്യത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് എന്നൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിന്റെ രാമരാജ്യം മറ്റൊന്നാണ്, അദ്ദേഹത്തിന്റെ രാമൻ മറ്റൊന്നാണ്, നിങ്ങൾ ഈ കാണുന്ന രാമനൊന്നുമല്ല അദ്ദേഹത്തിന്റെ രാമൻ എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള രാമന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ചടങ്ങിന്റെ സിഗ്നിഫിക്കൻസ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിട്ടാണ് അടുത്ത ദിവസമെങ്കിലും അവിടേക്ക് ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയെന്നോ സാധാരണക്കാരനെന്നോ അല്ലാത്തവരെന്നോ ഒന്നുള്ള യാതൊരു വിധത്തിലുള്ള വ്യത്യാസമില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത് നടക്കുക എന്നുള്ളതാണ്. പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അയോധ്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുക എന്നതൊക്കെ തന്നെ ഒരു വലിയ പുണ്യമായി കരുതുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സത്യം, ധർമ്മം, അല്ലെങ്കിൽ ഏറ്റവും റൈറ്റിയസ് ആയിട്ടുള്ള ഭരണകർത്താവ്, അങ്ങനെയുള്ള ഒരാളിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് രൂപീകരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബോധ്യം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട് എങ്കിലും പല രാഷ്ട്രീയ കക്ഷികൾക്കും അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ പല ആൾക്കാരും ഇതിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീരാമൻ രാജാവായിരുന്നില്ലേ, ഇന്ന് ജനാധിപത്യമല്ലേ ഉള്ളത്, ജനാധിപത്യമല്ലേ നല്ലത്, അപ്പൊ നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് ഈ നാടിനെ മുഴുവൻ ത്രേതായുഗത്തിലേക്ക് തിരിച്ചു നടത്തിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി അഭിപ്രായങ്ങളൊക്കെ വരുന്നത് കണ്ടു. അങ്ങനെയുള്ള ആൾക്കാരോട് പോലും പറയാനുള്ളത് രാമന്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരാളിന്റെ, ഒരു പ്രജയുടെ അഭിപ്രായം തനിക്ക് ഹിതകരമല്ലാത്ത, തന്റെ ഭരണത്തിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റായ ആംഗിളിൽ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്റെ താല്പര്യത്തിനെയോ തന്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യത്തിനെയോ മാറ്റി വെച്ചുകൊണ്ട് ആ പ്രജയുടെ ഒരാളിന്റെ ഹിതത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരുന്ന ഭരണാധികാരിയാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും അങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സീസറൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നടത്തി കാണിച്ചിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ജാതി മത വിഭാഗങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അയിത്തവും കൽപ്പിക്കാൻ കഴിയാത്ത, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമല്ലാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രാമരാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടപ്പാക്കുക, അത് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറൽ റിയലൈസേഷൻ കൂടിയാണ്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ഇതിഹാസങ്ങളുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തം, അത് എല്ലാ കാര്യങ്ങളിലും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള, എന്നാൽ മനുഷ്യനായിട്ടുള്ള ഒരാളിനെ മര്യാദാ പുരുഷോത്തമൻ എന്ന അർത്ഥത്തിൽ കാണുകയും ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള ഭരണകർത്താവ്, ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള പുത്രൻ, എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്ക് കിട്ടാൻ ഒരു രാത്രി പുലർന്നാൽ മതി എന്ന് കരുതുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിതാവിനെ കൊന്നതിന് ശേഷം അധികാരം വാങ്ങിയെടുത്ത് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റാൾക്കാർ അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് വേണ്ട, എന്റെ അച്ഛന്റെ വാക്കിനാണ് വില എന്ന് പറഞ്ഞുകൊണ്ട് വനവാസം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് ആ രാത്രി പുലർന്നാൽ കിട്ടുമായിരുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും ത്യജിച്ചു പോയിരിക്കുന്ന ആളാണ്. നമ്മൾ അതിനുശേഷം പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല അധിനിവേശവും നടത്തിയിരിക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടതാണ്. അവരിൽ പല ആൾക്കാരും സ്വന്തം അച്ഛനെ കൊന്നതിന് ശേഷം അധികാരത്തിന് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. തന്റെ അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം അധികാരം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം നമ്മൾ കണ്ട് ഒരുപക്ഷെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇതിഹാസ പുരുഷനെ, മാനുഷനായിട്ടുള്ള രാമനെ, ദൈവമായിട്ടുള്ള രാമനെ ഒക്കെ തന്നെ ഇന്നത്തെ കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിനെ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക്, സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കൊക്കെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ കരുതുന്നത് ഇത് കേവലം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയല്ല, ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രാമന്റെ പ്രാണപ്രതിഷ്ഠ കൂടിയാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. അതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ശ്രീ കെന്നഡി, സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിച്ചു. ഇസ്ലാം ആരാധനാലയം നിശ്ചിത സ്ഥലത്ത് തന്നെ നിർമ്മിക്കപ്പെടുകയാണ്. ആർക്കും പരാതിയില്ല, പരിഭവങ്ങളില്ല. ഈ നിയമ വ്യവഹാരത്തിൽ ഉൾപ്പെട്ട അൻസാരി പോലും നാളത്തെ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഒരു സത്സന്ദേശം നൽകിയ, രാഷ്ട്രീയമായി യാതൊരു പശ്ചാത്തലവുമില്ലാത്ത ആൾക്കാരെ പോലും അങ്ങേയറ്റം നീചമായ ഭാഷയിൽ, വിഷലിപ്തമായ വാക്കുകളിലൂടെ ആക്രമിക്കുന്ന പ്രവണത കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ചില പ്രത്യേക മാധ്യമങ്ങൾ ഉൾപ്പെടെ, മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, മാധ്യമ പ്രവർത്തകരുൾപ്പെടെയൊക്കെ ഇതിന് മുൻകൈ നൽകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുള്ളത്? രോഹിണി, എന്താണെന്നറിയാം, അതായത് നമ്മുടെ മാധ്യമങ്ങളും, അതാണ് മുമ്പേ ഹിപ്പോക്രസി എന്ന് ഞാൻ
ഹിപ്പോക്രസിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വാർത്ത വായിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഒരു ജില്ലയിൽ ഉച്ചഭാഷണി ദുരുപയോഗം തടയുമെന്ന് കളക്ടറുടെ ഒരു ഉത്തരവ്. ആ ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത് മസ്ജിദുകളിലെ ബാങ്ക് വിളിക്കൊഴികെ എല്ലാ ആരാധനാലയങ്ങളിലും ബോക്സ് ടൈപ്പ് ഉച്ചഭാഷണി മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു ഉത്തരവ്. എന്തൊരു വിരോധാഭാസമാണ് ഈ കേരളത്തിൽ ഇത്തരം ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടുത്തെ അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇവര് ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും അടക്കം ഇവർ പിന്തുണയ്ക്കുമ്പോൾ ഇവരുടെ മനോഭാവം എന്താണ് എന്ന് ഇവര് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നുണ്ട്. അതായത് ഭാരതീയരുടെ സ്പന്ദനം ഇവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ തെക്കേ ഇന്ത്യയിൽ അറ്റത്ത് കിടന്നിങ്ങനെ ഈ ചെറിയ കളി കളിക്കാം എന്നല്ലാതെ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യത്തിലേക്ക് ഉയരാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതിൻ്റേതായിട്ടുള്ളൊരു പരാജയം ഇവർക്ക് സംഭവിക്കുകയും ചെയ്യും. ഇവർ പറയുന്നത് ഈ മുഗളന്മാരെല്ലാം ഏതാണ്ട് പുണ്യാത്മാക്കളായിരുന്നു എന്ന മട്ടിലാണ്. അവർ ചരിത്രത്തെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. ഒന്നുമില്ലെങ്കിലും ഈ ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഈ പറയുന്ന തീവ്രവാദ സംഘടനകളെ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാരൻ ചെയ്തത് എന്താണെന്നെങ്കിലും ഇവർക്ക് കണ്ടുകൂടെ? ഈ കഴിഞ്ഞ ദിവസം 13 വർഷം ഒളിവിൽ കഴിഞ്ഞ കൈവെട്ട് സവാദിനെയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞുകൂടെ? അവർക്ക് ഒന്ന് ഓർത്തെടുത്തുകൂടെ? എന്താണ് ഇവർ നമ്മുടെ നാടിനോട് ചെയ്തത് എന്ന് ഇതിൽ കൂടുതലൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ? പച്ചയായ തെളിവല്ലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ ഒരാഘോഷമായി മാറിയിരിക്കുന്ന രാംലല്ലയുടെ ഈ ഒരു പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ ഒന്നിച്ചു നിൽക്കുന്നില്ലെങ്കിൽ, ഭാരതത്തിൻ്റെ കൂടെ ഭാരതീയരുടെ കൂടെ ഒന്നിച്ചു നിൽക്കുന്നില്ലെങ്കിൽ അവർ പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. അവർ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, ഇവർ ഒന്നുകൂടി ചിന്തിക്കണ്ടേ, എന്തുകൊണ്ടാണ് ലോകം അംഗീകരിക്കുന്ന ഇസ്രയേൽ പോലൊരു രാജ്യം, യഹൂദൻ എന്തുകൊണ്ടാണ് ഭാരതീയരെ ബഹുമാനിക്കുന്നത്, ഭാരതത്തെ ബഹുമാനിക്കുന്നത്, ഹിന്ദു പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നത്? അവർ ജീവന തുല്യം നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മളുടെ ഹൈന്ദവ പാരമ്പര്യം ഇവിടെ വൈദേശികമായ വന്ന മുസ്ലിമിനെയും ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും അടക്കം ഇവിടെ എന്താ പറയുന്നത് ആശ്ലേഷിക്കുകയാണ് ചെയ്തത്. ആ ആശ്ലേഷിച്ചവരെ തിരിഞ്ഞു നിന്ന് ചവിട്ടിയ പാരമ്പര്യമാണ് പലർക്കും ഉള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് സത്യം. ആ സത്യം നിലനിൽക്കെ രാഷ്ട്രീയപരമായ ദുഷ്ടലാക്കോടുകൂടി ഈ നാട്ടിലടക്കം അത്തരം ചില കളികൾ കളിക്കുമ്പോൾ നമ്മൾ അതിനകത്തെ തിരിച്ചറിയാതിരിക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കർസേവകർ കൊളുത്തിയ അഗ്നി നാളെ അയോധ്യയിൽ കത്തിപ്പടരുന്ന ദിനമാണ്. ഭാരതത്തിൻ്റെ ആഘോഷത്തിൽ ഞാനും എന്നെ പോലുള്ളവരും ജാതി മത ചിന്തകളില്ലാതെ തന്നെ രാംലല്ലയുടെ ആ ആഘോഷത്തിൽ പങ്കുചേരും. രോഹിണി. ശ്രീ ആർ വി ബാബു, ഭാരതം അധിനിവേശ ശക്തികളുടെ എല്ലാ ചിഹ്നങ്ങളും തുടച്ചു നീക്കിക്കൊണ്ട് അതിൻ്റെ സ്വാഭിമാനം വീണ്ടെടുക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി വരുന്നത് ഒരു കുറവായി കാണുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതാണ് രാഷ്ട്രീയ ചിഹ്നമായി കാണുന്നത് എന്നുള്ള വിമർശനം ചിലരെങ്കിലും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതവരുടെ രാഷ്ട്രീയപരമായ ദുരുദ്ദേശപരമായ നിലപാടാണ്. നമുക്ക് പ്രധാനമന്ത്രി പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഇവർ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ സ്ഥിരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദഗതി എന്താ? ഈ വാൽമീകിയുടെ രാമനോ അല്ല ഈ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന രാമൻ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ രാമനല്ല ഈ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന രാമൻ, മോഡിയുടെ രാമൻ ഈ പറയുന്ന ഗാന്ധിയുടെ രാമനല്ല. ഇത് രാമനെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ പറയും സംഘപരിവാറിന്റെ വിവേകാനന്ദൻ യഥാർത്ഥ വിവേകാനന്ദൻ അതല്ല, വിവേകാനന്ദൻ മറ്റൊരു വിവേകാനന്ദനാണ്. ഇങ്ങനെയൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അപ്പോൾ മോഡി അവിടെ പങ്കെടുക്കാൻ സർവ്വതാ യോഗ്യനാണ്, അത് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാം BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പാലംപൂർ പ്രമേയത്തിലൂടെ ഈ അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനമാണ്. അവരുടെ
പ്രകടന പത്രികയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ അതിന്റെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു. ആ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിന്റെ ട്രസ്റ്റ് പ്രധാനമന്ത്രി, അതായത് ഈ ക്ഷേത്ര നിർമ്മാണത്തിനും അല്ലെങ്കിൽ ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോ അങ്ങനെയുള്ള ആ പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചാൽ അതിൽ രാഷ്ട്രീയം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഇരുന്ന് കരയാനേ നിവൃത്തിയുള്ളൂ. വേറെ ഒന്നും ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. ഇവരെല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. ദേശീയ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഏത് വിഷയത്തിലാണ് രാഷ്ട്രത്തോടൊപ്പം ഇവർ നിന്നിട്ടുള്ളത്? എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഇവര് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാനും ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങി ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകാരായി പ്രവർത്തിക്കാനും ഒക്കെയാണ് ആ കൂട്ടർ ശ്രമിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരെ മഹാത്മാഗാന്ധിജി അടക്കം സുഭാഷ് ചന്ദ്രബോസിനെ അടക്കം ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ പാരമ്പര്യമുള്ളവരാണ് അവർ. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴോ ഈ സ്വാതന്ത്ര്യമേ നമ്മുടെ സ്വാതന്ത്ര്യമല്ല, ഇത് കരിദിനമായിട്ട് ആചരിക്കണം, ഇത് അട്ടിമറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കട്ട തീസിസ് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ച ഒരു ആളുകളാണ് ഇവർ. 1950-കൾക്ക് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചാലും ചൈന യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ആ ചൈനയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ താല്പര്യത്തിന് എതിരായി നിലകൊണ്ടവരാണിവർ. 1975 അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോൾ ആ അടിയന്തരാവസ്ഥയിലെ നമുക്കറിയാം, അടിയന്തരാവസ്ഥ നീക്കം ചെയ്യാനോ അതിനെ ഇല്ലാതാക്കാനോ അത് എതിർത്ത് പരാജയപ്പെടുത്താനോ ഒരു തരത്തിലുള്ള സമരപരിപാടികളും നടത്താതെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചവരാണിവർ. അടിയന്തരാവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇതിൽ CPI കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുവെങ്കിൽ CPM എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ച് മാളത്തിലേക്ക് ഒളിച്ചു പോയവരാണവർ. അവരെ ഒന്നും നമ്മൾ ഈ ഭാരതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ ഇവരെ ഒന്നും കണ്ടിട്ടില്ല. ഇനി ദേശീയ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സന്ദർഭം, ഇപ്പൊ വിവേകാനന്ദ സ്മാരകം ഉയർത്തുന്ന സന്ദർഭം വന്നു. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം ഉയർത്തിയ കാലഘട്ടത്തിൽ അതിനോട് ഒപ്പമായിരുന്നോ ഇവര്? അല്ല. വിവേകാനന്ദ സ്മാരകത്തിന് നയാ പൈസ സംഭാവന കൊടുക്കാത്ത ഈ രാജ്യത്തെ ഏക സംസ്ഥാനം ബംഗാളിലെ ജ്യോതി ബാസുവിന്റെ കുടുംബം വ്യക്തിപരമായിട്ടെങ്കിലും സഹായിച്ചു എന്ന് പറയാം. പക്ഷേ ഇവിടെ EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് നയാ പൈസ ഈ വിവേകാനന്ദ സ്മാരകത്തിന് സഹായമായിട്ട് കൊടുക്കാത്തവരാണെന്ന് മാത്രമല്ല, വിവേകാനന്ദനെ നവോത്ഥാനത്തിന്റെ വികൃത പ്രവാചകൻ എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുക കൂടി ചെയ്തു. അപ്പോ വിവേകാനന്ദന് എതിരായിരുന്നു ഇവര്. നമ്മുടെ നാടിന്റെ സ്വാഭിമാനത്തിന്റെ ഏത് വിഷയം വരുമ്പോഴും, ഇപ്പോ നമുക്കറിയാം 98-99 നമ്മള് ആണവ പരീക്ഷണം നടത്തി ഭാരതം. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട്, അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടൊക്കെ നമ്മള് പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? ആണവ പരീക്ഷണത്തിനെതിരായിരുന്നു എന്ന് മാത്രമല്ല, ഈ രാജ്യം യുദ്ധക്കൊതിയന്മാരുടെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തെ ആക്ഷേപിക്കാൻ തയ്യാറായി. നമ്മള് ഉറി ആക്രമണം നടന്നു, അല്ലെങ്കിൽ ബാലാക്കോട്ട് ആക്രമണം നടന്നു. ഏതൊക്കെ സന്ദർഭത്തിൽ ഈ രാജ്യം അഭിമാനിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ രാജ്യത്തിനെ തകർക്കാനും രാജ്യത്തിനെതിരെ നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇവര്. അവരെ ഈ ആരോപണം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കും. നിർഭാഗ്യവശാൽ കോൺഗ്രസും അതിന്റെ പക്ഷം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ കാലത്തും ഇടതുപക്ഷ ബൗദ്ധിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസും പ്രവർത്തിച്ചത്. അവർക്ക് കോൺഗ്രസിന് ഒരു ബൗദ്ധികമായ പിന്തുണയൊന്നും ഒരു കാലത്തും കോൺഗ്രസിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവർ ആശ്രയിച്ചിരുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാരെയാണ്. നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ അങ്ങനെയാണ്. നെഹ്റു ഭരിച്ചിരുന്നപ്പോഴും ഈ ബൗദ്ധിക മേഖലയിൽ അത് ചരിത്ര കൗൺസിലാകട്ടെ, അക്കാദമിക് കൗൺസിലാകട്ടെ, മറ്റു മേഖലകളിലൊക്കെ ഇടതുപക്ഷക്കാരെ തിരിക എന്നുള്ളതായിരുന്നു നെഹ്റുവിന്റെയും നയം. ആ ഇടതുപക്ഷക്കാരുടെ നയപരിപാടികൾക്കനുസരിച്ചാണ് കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും ആ നിലപാട് സ്വീകരിക്കുന്നത് ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ ആശയ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കോൺഗ്രസും ആ കെണിയിൽ വീണിരിക്കുകയാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ജനങ്ങൾ. നമുക്കറിയാം, രാമൻ എന്നുള്ളത് എത്ര കണ്ട് ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത്, എത്ര കണ്ട് ആഴത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, നമ്മുടെ രാജ്യത്ത് 6.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. ആ 6 ലക്ഷം ഗ്രാമങ്ങളിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ഗ്രാമങ്ങൾ രാമന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നതായിട്ട് കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ.
1.5 ലക്ഷം ഗ്രാമങ്ങളോളം രാമന്റെ പേര്. അത് കേരളത്തിലെ വളരെയധികം നാമങ്ങൾ. എന്തുകൊണ്ടാണത്? രാമൻ അത്ര കണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. രാമവികാരം അത്ര കണ്ട് സ്വാധീനിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാമനെ തള്ളിക്കൊണ്ട് രാമനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ രാഷ്ട്രീയമായ നിലപാട് അത് ജനങ്ങളുടെ തിരിച്ചടി നേരിടേണ്ടി വരും. അവർക്ക് ഒരു ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന ഒരു സാഹചര്യം അവര് നേരിടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ദേശത്തെ സ്നേഹിക്കുന്നവര്, നാടിനൊപ്പം നിൽക്കുന്നവര് തീർച്ചയായും നാളത്തെ ഈ ചടങ്ങിന് അവര് സർവാത്മന സ്വാഗതം ചെയ്യും. നിർഭാഗ്യവശാൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രം ഒന്നടങ്കം തന്നെ ഈ ചടങ്ങിനെ സർവാത്മന സ്വീകരിക്കുന്നു. അവരുടെ ജീവനക്കാർക്ക്, ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ, ഇന്ത്യയിലെ 11, 12, 13, 14 സംസ്ഥാന സർക്കാരുകൾ അവര് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ അവധി പ്രഖ്യാപിച്ചു. നമ്മുടെ ബാങ്കുകൾ, റിസർവ് ബാങ്ക് അവധി പ്രഖ്യാപിച്ചു. എന്തിന്? പ്രൈവറ്റ് സെക്ടർ, അംബാനിയുടെ റിലയൻസ് പോലുള്ള പ്രൈവറ്റ് സെക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ തൊഴിലാളികളെ, അവരുടെ സ്റ്റാഫിനെ ഒക്കെ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല? അവര് പറയുന്നത് CPM ഇതിനോട് എടുത്ത നിലപാട് എന്താണ്? അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നാണ്. അധികാര ദുർവിനിയോഗം, ഒരു മതത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങളെ അട്ടിമറിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ CPM അത് പറയുമ്പോൾ നമുക്ക് അത്ഭുതത്തോടെ പറയാൻ, ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധ്യമല്ല രോഹിണി. സംഭവം നമുക്കറിയാം. വെള്ളിയാഴ്ചകളിൽ ഇതേ സർക്കാരിന്റെ കീഴിൽ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മളൊന്ന് പോയി നോക്കണം. അപ്പൊ കാണാം 12 മണി മുതൽ 2 മണി വരെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെ മുസ്ലിം ജീവനക്കാർ ആരും അവിടെ ഉണ്ടാവില്ല. അവരെവിടെ പോകും? അവർ പ്രാർത്ഥിക്കാൻ പോകും. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? ഓഫീസ് മാനുവലിലുണ്ട്. 2 മണിക്കൂർ സമയം മുസ്ലിം ജീവനക്കാർക്ക് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കണം. ഏത് മതേതരത്വത്തിന്റെ ഏത് അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? ഏതർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും? മാത്രമല്ല, അങ്ങനെ പോകുന്നവര് അടുത്ത നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം 1 മണിക്കൂർ കൂടുതലായിട്ട് എന്നുകൂടിയുണ്ട്. പക്ഷെ ആര് ചെയ്യാറുണ്ട്? ആരാണത് ഓഡിറ്റ് ചെയ്യാറുള്ളത്? ഇപ്പോ ഇനി സ്കൂളുകൾ, വെള്ളിയാഴ്ചകളിൽ സ്കൂളിൽ 2 മണിക്കൂർ കൂടുതൽ, 2 മണിക്കൂർ ലിഷർ ടൈം കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച. എന്തിനു വേണ്ടിയാ? ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ. അപ്പോ സർക്കാർ ജീവനക്കാർക്ക് 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ, മുസ്ലിം ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്നവരാണ് ഒരു അര ദിവസം ഈ അയോധ്യയിൽ, നമ്മുടെ രാജ്യത്തിന്റെ കോടാനുകൂടി ജനങ്ങൾ ആരാധിക്കുന്ന അയോധ്യയിൽ ആ രാമന്റെ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവധി കൊടുക്കുമ്പോൾ അതിനെതിരായി പ്രസ്താവന ഇറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിൽ ഒരു മതവിഭാഗത്തിന് മാത്രം, ക്രിസ്ത്യാനിക്കോ മുസ്ലിം ഹിന്ദുക്കൾക്കോ ഇല്ല, ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം 2 മണിക്കൂർ സമയം, ആഴ്ചയിൽ 2 മണിക്കൂർ സമയം സൗജന്യമായി നമ്മുടെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം കൈപ്പറ്റുന്നവരാണ് അവര് സൗജന്യമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഞാൻ അവർക്ക് കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇതുവരെ നമ്മളത് ഉന്നയിച്ച് ഒരു ആരോപണമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് ഇടതുപക്ഷമായാലും ഈ കപട മതേതര രാഷ്ട്രീയക്കാർ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല. കേരളം ഇന്ന് ഓരോ കാര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി, ഈ പണ്ട് ദേശാഭിമാനി മാത്രം വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന, അല്ലെങ്കിൽ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് മാത്രം മനസ്സിലാക്കിയിരുന്ന കാലം പോയി. ഇപ്പോ അതാത് സമയത്ത്, അതാത് മിനിറ്റുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്ത് നടക്കുന്നത് മുഴുവൻ അവരുടെ കൺമുമ്പിൽ സോഷ്യൽ മീഡിയ വഴി അവർ കാണുകയാണ്. അപ്പൊ പഴയ പോലെ ജനങ്ങളെ ഇനി പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ഈ പറയുന്ന കാപടിക ചരിത്രകാരന്മാർക്കും ഒന്നും സാധ്യമല്ല. സത്യം അവരുടെ മുമ്പിൽ അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതെ, ശ്രീരാംകുമാർ, രാമകഥകളും ഉപകഥകളും ഒക്കെയായി ഇങ്ങനെ ലോകം മുഴുവൻ രാമൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഭാരതം അതിൻ്റെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുമ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പല രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അവർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതം പുറകിലേക്ക് നടക്കുകയാണ് എന്നുള്ളതാണ്. രാമരാജ്യം കൈവരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എങ്ങനെയാണ് ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ, സാമ്പത്തിക രംഗത്ത് 5-ാം സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ ഭാരതം പുറകിലേക്ക് നടക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്നത്? അത് പതിവുള്ള വാദഗതിയാണ്. കാരണം നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മഹൽ പുരുഷന്മാരെയും സ്മരിക്കുന്നതൊക്കെ
ചിലർക്ക് പിന്തിരിപ്പൻ ആശയമാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായി. സ്വാമി വിവേകാനന്ദന് വേണ്ടി കന്യാകുമാരിയിൽ ഒരു പ്രത്യേക സ്മാരകം അല്ലെങ്കിൽ വിവേകാനന്ദ പാറ വിഭാവനം ചെയ്തപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും അതിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എടപ്പുഴ വർഗത്തിൽ നിന്ന് ഇത് പിന്നോക്കമാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് സ്വാമി വിവേകാനന്ദൻ എത്രമാത്രം യുവജനങ്ങളുടെ മനസ്സിൽ വേരിയുന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് DYFI തുടങ്ങിയ സംഘടനകൾ വിവേകാനന്ദൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് കാറൽ മാർക്സിനോടൊപ്പം തന്നെ ആദരവ് തുടങ്ങിയത്. അതുവരെ പുച്ഛിച്ചിരുന്ന ആളുകൾ. അപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ പഴഞ്ചനാണെന്നും പിന്നോക്കം അടിക്കുന്നതാണെന്നും ചെറുപ്പക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരേർപ്പാടാണ് ഈ കൂട്ടർക്ക് എല്ലാ കാലത്തുമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത്. 500 കൊല്ലം മുമ്പ് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ഇന്നും നമ്മുടെ ഭാരതീയർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരം 5000 കൊല്ലങ്ങൾക്ക് മുമ്പതായെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ മൂല്യങ്ങൾ ഇന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് 5000 കൊല്ലത്തേക്ക് രാജ്യത്തെ നയിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ വിഡ്ഢിത്തരത്തിനെ പറ്റി സഹതപിക്കല്ലാതെ എന്ത് ചെയ്യാനാണ്? കാറൽ മാർക്സ് ജനിക്കുന്നതിന് മുമ്പ് പരിത്രാണായ സാധൂനാം എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്നു. കാറൽ മാർക്സിനെ പറ്റി ലോകം കേൾക്കുന്നതിന് മുമ്പ്. അത് ഈ വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല. ആ പാരമ്പര്യം രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോവുകയല്ല, അംഗീകരിക്കുകയാണ് നമ്മുടെ മഹത്തായ പാരമ്പര്യം. നമ്മുടെ മൗലികമായ കാഴ്ചപ്പാട്, നമ്മുടെ ചിരപുരാതനമായ വിശ്വാസങ്ങൾ, ഇവയ്ക്കൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സംസ്കാരമാണ്. അത് പിന്നോക്കം നയിക്കലല്ല. അവരുടെ കാഴ്ചപ്പാടിൽ കാറൽ മാർക്സിന് മുമ്പ് പറഞ്ഞതൊന്നും പ്രസക്തമല്ല. ആ കാഴ്ചപ്പാടാണ് അവരെ ഇന്നത്തെ ഗതികേടിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നോക്കം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളോട് ആരും ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ലോകത്തിലെ പല രാജ്യങ്ങളും നിരക്ഷര കുട്ടികളായി നടന്നിരുന്ന സമയത്ത് സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്രീയ രംഗത്തും അങ്ങേയറ്റം പുരോഗതി നേടിയതാണ് നമ്മുടെ രാജ്യം. ലോകത്തിന് ഗണിതശാസ്ത്രം കൊടുത്തത് നമ്മുടെ രാജ്യമാണ്. ജ്യോതിശാസ്ത്രം സമ്മാനിച്ചത് നമ്മുടെ രാജ്യമാണ്. ഇതൊരു പിന്നോക്കത്തിൻ്റെ ലക്ഷണമാണോ അതോ മുന്നോട്ടുള്ള ലക്ഷണമാണോ? ഇതൊന്നും മനസ്സിലാക്കാതെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്ത ഗതികേട് കൊണ്ടാണ്. ആ ഗതികേട് ഇന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞിരുന്ന വിവേകാനന്ദനെയും ഗാന്ധിജിയെയും ഒക്കെ ഇപ്പോൾ അവർ ആദരിക്കാൻ തുടങ്ങി. നാളെ രാമനെയും അവർ ആദരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. നിർബന്ധിതമായിട്ടും ചെയ്യേണ്ടി വരും. അന്ന് അവർക്ക് മനസ്സിലാകും ഞങ്ങൾ ചെയ്തിരുന്നവരൊക്കെ തെറ്റാണ്, ഈ രാജ്യത്തെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് ഈ പഴഞ്ചൻ വാദം നമുക്ക് ചിരിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളാം. അതെ, ശ്രീജിത്ത് പണിക്കർ, രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും ദേശീയ പ്രതീകങ്ങൾ ഇത്തരത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് ഓരോ ഭാരതീയൻ്റെയും പ്രതീക്ഷയും അഭിമാനവും. അത്തരത്തിൽ തന്നെ നമുക്ക് കാണാമോ ദേശീയതയെ നോക്കുമ്പോൾ? നോക്കൂ, ഈ ചരിത്രം എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഇനി പഠിച്ചിട്ട് എന്തിനാണ് എന്നൊക്കെ. പക്ഷെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നും ചരിത്രം പഠിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ എങ്ങനെയാണ് ശരിതെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഏതിനെയാണ് ഉൾക്കൊള്ളേണ്ടത് ഏതിനെയാണ് തള്ളേണ്ടത് എന്നതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അയോധ്യയിൽ ഒരു രാമന്റെ ഒരു സീറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനെ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന, അതിനെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. ആ സമയത്ത് അത് നടക്കുന്ന ഒരു തലമുറയിൽ ആ ഒരു സമയത്ത് ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു പുണ്യമാണ്. ആ സമയത്ത് അയോധ്യയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. അത് നേരിട്ട് കാണാൻ കഴിയുന്നത് അതിലേറെ പുണ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ്, അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വെർച്യൂസിന്റെയും നാഥനായിട്ടുള്ള
എല്ലാവിധ ഗുണഗണങ്ങളുടെയും സമ്മിശ്രമായിട്ടുള്ള, അതിൻ്റെ ഒരു മാനുഷികമായിട്ടുള്ള രൂപമായിട്ടുള്ള, ഏത് രീതിയിലാണ് ഭരണം നടക്കേണ്ടത്, ഏത് രീതിയിലാണ് ധർമ്മം പുലർത്തേണ്ടത്, ഏത് രീതിയിലാണ് സത്യത്തെ എല്ലായ്പ്പോഴും മുറുകെ പിടിക്കേണ്ടത്, നിങ്ങൾക്ക് ഭൗതികമായിട്ട് കിട്ടാവുന്ന എല്ലാവിധ സുഖലോലുപതയും തിരസ്കരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ട്, റൈറ്റിയസ്നെസ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. അത് പഠിപ്പിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ 5000 വർഷങ്ങൾക്ക് മുൻപാണോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലാണോ എന്നൊക്കെ പറയുന്നതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. ആ മൂല്യങ്ങൾക്ക് ഇന്നത്തെ കാലത്തും എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ രാഷ്ട്രീയത്തിനെ ആണെങ്കിലും നമ്മുടെ തന്ത്രപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ പറ്റിയിട്ടാണെങ്കിലും ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യമാണെങ്കിലും ഒരു പൊതുജീവിതത്തിൽ ഒരാൾ പുലർത്തേണ്ടുന്ന നിഷ്ഠയാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സംശുദ്ധതയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം മൂർത്തിമൽ ഭാവമായിട്ടുള്ള ഒരാളിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിനായിട്ടുള്ള ഗ്രാമങ്ങൾക്ക് ആ രീതിയിലുള്ള പേരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നിരവധി ആൾക്കാർക്ക് ഈ പേരുകളുണ്ട്, നിരവധി ആരാധനാലയങ്ങളുണ്ട്. അങ്ങനെ എന്തിലും ഏതിലും രാമനെ കാണുന്ന, രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് മാത്രം സന്ധ്യാനാമം ജപിക്കുന്ന, കൃത്യമായി വിവിധ ഭാഷകളിലുള്ള അല്ലെങ്കിൽ വിവിധ തരങ്ങളിലുള്ള രാമായണങ്ങളൊക്കെ വായിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയെ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കണ്ടെത്തുക എന്നതിന് തുല്യമാണ് അവിടെ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ വീണ്ടെടുക്കുന്നത് എന്ന അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിലും എല്ലാ കാലത്താണെങ്കിലും ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള, ഭരണത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള ആ മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ. അതുകൊണ്ടാണല്ലോ ഇതിഹാസം എന്ന് പറയുന്നത്. ഇതിഹാസ പുരുഷനായിട്ടുള്ള ഒരാളിനെ പഠിക്കുക, മനസ്സിലാക്കുക, അയാളുടെ രാജ്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും തന്നെ അറിയാത്ത, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രം പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഐഡിയൽസിൽ വിശ്വസിക്കുന്ന, കപട ഗാന്ധിഭക്തി കാണിക്കുന്ന, കപട ഗാന്ധിസം കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരുപക്ഷെ കണ്ണു തുറക്കാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനൊരു പുതിയ ഊർജ്ജം ഉണ്ടാകുന്നത്, നമ്മുടെ സംസ്കാരത്തിന് ഒരു പുതിയ ഊർജ്ജം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഇവരെല്ലാവരും തന്നെ ഇരുന്ന് ഒബ്സർവ് ചെയ്യട്ടെ, കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ചുകൊണ്ട് ഇവരെല്ലാവരും തന്നെ കാണട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലേക്ക് ഇവരൊക്കെ തന്നെ പരിവർത്തനം ചെയ്യപ്പെടുമോ, അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമോ എന്നൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, വ്യക്തി ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും പുലർത്തേണ്ടുന്ന നിഷ്ഠകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ പറ്റി ഉത്തമ ബോധ്യമുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ആ ആൾക്കാർക്ക് എല്ലാ കാലത്തും, കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും രാമൻ ഒരു വികാരമായി തന്നെ തുടരും. അതുകൊണ്ട് തന്നെ ആ രാമന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിൽ അയോധ്യയിലെ ആ മന്ദിരം അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നാളെ അവിടെ നടക്കാൻ പോകുന്നത് ഒരു മൊമെന്റസ് ആയിട്ടുള്ള ഒക്കേഷനാണ്, അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. അതുകൊണ്ട് അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നടക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ ചെയ്ത പുണ്യമായിട്ടും അത് അനുഭവിക്കാനുള്ള കേവലം അപ്പരറ്റസുകൾ മാത്രമാണ് നമ്മൾ എന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് നേരത്തെ ഇവിടെ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ, രാമനാമം ജപിക്കുക, വിളക്കുകൾ കൊളുത്തുക, ഭക്തി എന്താണ് എന്നുള്ളതിനെ അനുഭവിച്ച് തന്നെ നമ്മളെല്ലാവരും അറിയുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതെ, തീർച്ചയായും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്ത് ദേശാതിർത്തികൾ ഭേദിച്ച് ഭാരതം ഒരൊറ്റ വികാരത്തിലേക്ക് നീങ്ങുകയാണ്, രാമരാജ്യം എന്ന സ്വത്വത്തിലേക്ക്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ. ജയ് ശ്രീ.